അങ്ങനെ ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലെത്തി ഞങ്ങളുടെ ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു. കുറച്ച് ഓവർ വെയിറ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ റീഷഫിൾ ചെയ്ത് അറേഞ്ച് ചെയ്തു. പിന്നെ ബോർഡിംഗ് ഗേറ്റിൽ ചെന്നപ്പോഴാണ് അവർ ഞങ്ങളോട് പറയുന്നത് കസ്റ്റംസും ഇമിഗ്രേഷനും ഒക്കെ നമ്മൾ ഫസ്റ്റ് പോർട്ട് ഓഫ് എൻട്രി തന്നെ ക്ലിയർ ചെയ്യണം, പിന്നെ സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ഞങ്ങൾ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഗേറ്റിലോട്ട് പോകുമ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുന്നെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ടൈം വെച്ച് ബഫറായിട്ട് നിങ്ങൾ എത്തുക. ഇഫ് യു ആർ ഡ്രൈവിംഗ് then make sure you are at least keeping 2 to 3 hours of buffer because of the traffic. പിന്നെ എയർപോർട്ടിൽ തന്നെ നല്ല ക്യൂ ആണ് ബാഗേജ് ഡ്രോപ്പിനും ഇമിഗ്രേഷനും ഒക്കെ സെക്യൂരിറ്റി ചെക്കിനും ഒക്കെ നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ബഫർ ടൈം വെച്ചിട്ട് നിങ്ങൾ എത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും കേട്ടോ. ഈ പ്രാവശ്യം ഞങ്ങൾ ഹോളിഡേയ്സിന് തന്നെയാണ് പോകുന്നത് ലേഡീസ്. അപ്പോൾ അച്ചയ്ക്കുള്ള ബൈയും ഒരു ഇമോഷണൽ സീനാണ് നിങ്ങൾ കാണുന്നത്. എയർപോർട്ട് വിശേഷങ്ങളും നമ്മുടെ എയർ ഇന്ത്യ എക്സ്പീരിയൻസും ഞാൻ തുടർന്ന് വരുന്ന വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.